അതാ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 45. രചന ശാലിനി എ. രാമേട്ടനോട് യാത്ര പറഞ്ഞ് മഹാദേവൻ കാർ പുറത്തേക്കെടുത്തു. ഡ്രൈവർ കാർ എടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല. തന്റെ മകളോടൊപ്പം കുറച്ചു സമയം തനിച്ച് ചെലവഴിക്കണം എന്നതായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. തിരുനന്തനത്തെ ഗേറ്റ് കടന്ന് മഹാദേവന്റെ കാർ പുറത്തേക്ക് പോയതും എതിർ ദിശയിൽ നിന്നും മറ്റൊരു കാർ ഉള്ളിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. കാറിൽ ഡ്രൈവ് ചെയ്തിരുന്ന സുഭദ്ര മഹാദേവന്റെ കാറിലിരിക്കുന്ന പെൺകുട്ടിയെ വ്യക്തമായും കണ്ടു. ചുളിഞ്ഞ മുഖത്തോടെയാണ് അവർ കാർ ഉള്ളിലേക്ക് കയറ്റിയത്. മഹാദേവനെയും നദിയെയും യാത്രയാക്കിയതിനു ശേഷം തിരികെ കയറാൻ നിന്ന രാമേട്ടൻ മറ്റൊരു വണ്ടി വരുന്നത് കണ്ട് അവിടെ തന്നെ നിന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന സുഭദ്രയെ കണ്ടു അയാളുടെ ഉള്ളിൽ ദേഷ്യത്തിന്റെ കനലിരിഞ്ഞു. ദേവേട്ടന്റെ കാറിൽ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആരാണ് രാമേട്ട? കാറിൽ നിന്നും ഇറങ്ങി വന്നതും അവർ രാമേട്ടനോട് ചോദ്യമുയർത്തി. അത് മഹിക്കുഞ്ഞിന്റെ ശിഷ്യയാണ്. എന്നും കാലത്ത് ക്ലാസ്സിന് വരും. ഇവിടെ നിന്നും നേരെ കോളേജിലേക്കും. ഇന്ന് മഹിക്കുഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് കോളേജിന്റെ മുൻപിൽ ഇറക്കാമെന്ന് പറഞ്ഞു കയറ്റിയതാ. അപ്പുറത്തു നിന്നും ഉണ്ടാകാവുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അയാൾ ഒരുമിച്ച് പറഞ്ഞു. കനത്ത ഒരു മോളലോടെ അവർ അകത്തേക്ക് കയറി. നേരെ പോകുന്നത് കിച്ചണിലേക്കാണെന്ന് രാമേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയണം. എന്തായാലും അന്വേഷിച്ചിട്ട് വരട്ടെ. അയാൾ അയാളുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. അധികം താമസിച്ചില്ല. മുറ്റത്തെ ചെടികൾക്ക് വളമിടുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു രാമേട്ടൻ. സുഭദ്ര കലി തുള്ളി കൊണ്ടാണ് അങ്ങോട്ട് വന്നത്. ആരാ രാമേട്ട ആ പെണ്ണ്? ഏത് പെണ്ണ്? അയാൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ഇവിടെ എന്ത് നടന്നാലും പറഞ്ഞു തരാൻ എനിക്ക് ആളുണ്ടെന്നുള്ള കാര്യം രാമേട്ടൻ മറക്കണ്ട. എന്നും 5 മണി കഴിഞ്ഞാൽ ബദ്രിയോടൊപ്പം വന്നു കയറുന്ന ആ പെണ്ണ് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. സത്യപ്രതാപന്റെ റിലേഷനിലുള്ള കുട്ടി അയാളുടെ വകയിൽ ഏതോ പെങ്ങളുടെ മകളായി വരും. ആ കുട്ടിക്ക് പാടാൻ നല്ല കഴിവുണ്ട്. അതുകൊണ്ട് പാട്ട് പഠിക്കാനായി ഇവിടെ വരുന്നു. ഈ പറഞ്ഞ മലയാളം തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. പക്ഷേ ബദ്രി കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് സുഭദ്രയും ചോദിച്ചില്ലല്ലോ. എന്നെ പേര് വിളിക്കാൻ മാത്രം വളർന്നോ? രാമേട്ടനല്ലേ? ബഹുമാനം വേണമെന്ന് പറയുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ ആവാം. എല്ലാവരുടെയും കുഞ്ഞെന്ന് ചേർത്ത് വിളിക്കുന്ന രാമേട്ടൻ എന്നെയും സുഭദ്ര കുഞ്ഞെന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? മൂർത്തിയെ മാത്രം തൊഴുതാൽ പോരെ? മൂർത്തി ഇരിക്കുന്നിടം അടിച്ചു തെളിക്കാൻ വരുന്നവരെയും തൊഴണോ? എനിക്കപ്പോൾ അടിച്ചുതെളിക്കാരുടെ സ്ഥാനമാണ് രാമേട്ടൻ തന്നിരിക്കുന്നതല്ലേ? ആർക്കും സ്ഥാനം വിധിക്കാൻ ഞാൻ ഉടയതമ്പരാനൊന്നുമല്ല. ഓരോരുത്തർക്കും അവകാശപ്പെട്ട സ്ഥാനം സ്വയം കിട്ടുന്നതാണ്. എന്തായാലും പോയവർ ഇങ്ങോട്ട് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. രാമേട്ടൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മറുപടി കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തതപ്പോൾ സുഭദ്ര അകത്തേക്ക് കയറിപ്പോയി. ഇതിനെയൊക്കെ ഇവിടെ വെച്ച് വായിക്കുന്നവരെ തല്ലാൻ ആളില്ലാഞ്ഞിട്ട് പല്ല് കടിച്ചമർത്തി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് രാമേട്ടൻ തന്റെ പണികൾ തുടർന്നു. മഹാദേവന്റെ കാർ ചെന്ന് നിന്നത് ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ്. ഏറ്റവും നല്ലൊരു ഐഫോൺ തന്നെ അയാൾ മകൾക്കായി വാങ്ങി. അതിനൊരു സിം കാർഡും. അത് അവളുടെ നേർക്ക് നീട്ടുമ്പോൾ ആദ്യമായി തന്റെ മകൾക്കൊരു സമ്മാനം കൊടുക്കുന്ന പ്രതീതിയായിരുന്നു അയാളുടെ മനസ്സിൽ. അത്രയും വിലപിടിപ്പുള്ള ഒരു ഫോൺ തന്നെ നേർക്കായി നീട്ടിയപ്പോൾ നദി ഒന്ന് പകച്ചുപോയി. അയ്യോ, എനിക്കെന്തിനാ? ഇതൊന്നും വേണ്ട. സത്യത്തിൽ അവൾക്ക് ഭയമാണ് തോന്നിയത്. മോൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് നീ ഇപ്പോൾ എൻ്റെ മകളുടെ സ്ഥാനത്താണ്. ഒരച്ഛൻ തരുന്നതാണെന്ന് കരുതൂ. അച്ഛൻ എന്ന വാക്കിൽ അവൾ ആകെയൊന്ന് ഇളകി മറിഞ്ഞു. തൻ്റെ അച്ഛനാണ് ഇത് തരുന്നതെങ്കിൽ താൻ സ്വീകരിക്കുമോ? ഇല്ല എന്ന് ഉത്തരം പറയാൻ അവൾക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അച്ഛനാണ് തരുന്നതെങ്കിൽ ഞാൻ വാങ്ങിയില്ല മാഷെ. ആ വാക്കുകൾ കേട്ടതും അയാളുടെ ഉള്ളിൽ ഒരു നടുക്കം വീണു. അച്ഛനാണ് തരുന്നതെങ്കിൽ വാങ്ങില്ലെന്നോ? അത്രയ്ക്കും വെറുപ്പാണോ കുട്ടിക്ക് അച്ഛനോട്? എൻ്റെ അച്ഛൻ അത്ര നല്ലവനല്ല. അമ്മയെ ചൂഷണം ചെയ്തവനാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യയാക്കി നിർത്തിയവനാണ്. എൻ്റെ ജനനത്തെ പോലും തള്ളി പറഞ്ഞവനാണ്. അമ്മയോട് ചെയ്തതെല്ലാം ചിലപ്പോൾ എനിക്ക് പൊറുക്കാൻ കഴിഞ്ഞെന്ന് വരും. എൻ്റെ ജനനത്തെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ എനിക്ക് അച്ഛനാണോ? അവളുടെ ചോദ്യത്തിന് അല്ലെന്നയാൾ തലയിളക്കി കാണിച്ചു. അതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ ആര് സമ്മാനം തന്നാലും ഞാനത് വാങ്ങില്ല.
അവളുടെ കണ്ണിലെ സങ്കടങ്ങളിലേക്ക് സ്വയം അറിയാതെ നോക്കി നിന്ന് പോയി അയാൾ. എന്റെ കുഞ്ഞെ, അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ നിന്റെ ഓരോ വാക്കും. അച്ഛൻ ഒരിക്കലും അച്ഛനെ ന്യായീകരിക്കില്ല. ഞാൻ നിന്റെ അച്ഛനാണെന്ന് അറിയുന്ന നിമിഷം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുവരെ അതുവരെ എനിക്ക് ഈ ജീവിതം ആസ്വദിക്കണം. ശരി, അച്ഛനാണെന്ന് കരുതണ്ട, സംഗീതം പഠിപ്പിക്കുന്ന മാഷ് തന്നെയാണെന്ന് കരുതിക്കോളൂ. ഒരു അധ്യാപകൻ ശിഷ്യക്ക് നൽകുന്ന ഗിഫ്റ്റായിട്ട് കരുതാം, വാങ്ങിയില്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ തളർന്നു. അറിയാതെ കൈകൾ മഹാദേവന്റെ മുന്നിലേക്ക് നീണ്ടു. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, അതിലുപരി തൻ്റെതാണെന്ന സ്വാർത്ഥതയുടെ മഹാദേവൻ ആ ബോക്സ് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. നദിയിൽ സങ്കടം വന്ന് നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. അനുവാദം പോലും ചോദിക്കാതെ അവൾ അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് എന്നോട് ചോദിക്കല്ലേ. ഒത്തിരി ഒത്തിരി സങ്കടം നെഞ്ചിനുള്ളിൽ കിടന്ന് തിളച്ചു മറിയുക. കുറച്ചെങ്കിലും ഒഴുക്കിക്കളയാൻ എനിക്കൊരു അത്താണി വേണം. കരയരുതെന്ന് പറഞ്ഞ് മഹാദേവൻ അവളെ തടഞ്ഞില്ല. തൻ്റെ മകളുടെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിക്കളയാൻ തൻ്റെ നെഞ്ചിടം കൊണ്ട് കഴിയുമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പരിസരത്തുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അയാൾ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. അപ്പോഴേക്കും കരഞ്ഞു കരഞ്ഞ് നദിയുടെ മൂക്കും ചുണ്ടും കവിളും എല്ലാം ചുവന്നിരുന്നു. ആ ഷാള് കൊണ്ട് മുഖമെല്ലാം തുടക്കി. ആളുകളെല്ലാം നമ്മെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് പരിസരബോധം ഉണ്ടായത്. വേഗം ഷാള് കൊണ്ട് മുഖം അമർത്തി തുടച്ചു. പിന്നെ അയാളോടൊപ്പം ഷോപ്പിൽ നിന്നും ഇറങ്ങി. അവിടുന്ന് നേരെ ബാങ്കിലേക്കാണ് പോയത്. മഹാദേവനെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അക്കൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നാളെ ആക്റ്റീവ് ആവുകയുള്ളൂ. അത് സാരമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് അവർ പറഞ്ഞു. പിന്നെ എവിടെയും നേരം കളഞ്ഞില്ല, നേരെ ഓഫീസിലേക്ക്. ആദ്യം ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാം, അതിനുശേഷം ജോലിക്ക് കയറാം. എതിർപ്പൊന്നും പറയാതെ നദി മഹാദേവന്റെ പിന്നാലെ നടന്നു. അവൾ കടന്നു പോകുന്ന വഴിയിലുള്ളവരെല്ലാം ആദരപൂർവ്വം മഹാദേവനോട് ഉപചാരം പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം നദിയെ അത്ഭുതത്തോടെ നോക്കുകയും ചെയ്തു. മഹാദേവന്റെ വലതുകൈയിൽ അവളുടെ ഇടതുകരം ഭദ്രമായിരുന്നു. ക്യാൻറ്റീനിൽ ചെന്നതും അയാൾക്കരികിലായി അവളെയും പിടിച്ചിരുത്തി. അയാൾ ഓർഡർ ചെയ്ത ഭക്ഷണം രണ്ടുപേരും ആസ്വദിച്ചു കഴിച്ചു. അതിനുശേഷം നിർമ്മല സുകുമാരന്റെ ക്യാബിനിലേക്ക് നദിയാക്കി കൊടുത്തതിന് ശേഷമാണ് അയാൾ തിരിച്ചുപോയത്. പാലക്കാട് എത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഒരു 5 വർഷം മുൻപാണ് കാർത്തി അയാളെ അന്വേഷിച്ച് അവിടെ വരുന്നതും ചേരിയിൽ വെച്ച് അയാളെ കണ്ടുമുട്ടുന്നത്. 5 വർഷത്തിനിടയ്ക്ക് അവിടെ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറമ്പോക്ക് പോലെ കിടന്നിരുന്ന ഒറ്റ വരിയുള്ള വീടുകൾ ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല. ഒരു കോളനി പോലെ കുറെ വീടുകളാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഒന്നും പഴയ ഓലക്കീറ് കൊണ്ടുള്ള വീടുകളല്ല, പകരം ഒറ്റമുറിയുള്ള വാർപ്പ് വീടുകളായിരുന്നു. അവിടെ ദിക്കറിയാത്തവനെ പോലെ കാർത്തി നിന്ന് തിരിഞ്ഞു. പുല്ലരിഞ്ഞ് സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഒരാൾ അവർക്ക് നേരെ വരുന്നുണ്ടായിരുന്നു. കാർത്തി അയാൾക്ക് മുമ്പിൽ കൈ കാണിച്ച് സൈക്കിൾ നിർത്താൻ പറഞ്ഞു. അയാൾ സൈക്കിളിൽ നിന്നും ഇറങ്ങാതെ അവരെ നോക്കി. 5 വർഷം മുമ്പ് ഇവിടെ ഒറ്റവരിയിൽ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നേ, ഒട്ടുമൊത്തം പൊളിച്ചു തീർത്തു. അവിടെ ഒരു ഭരതൻ താമസിച്ചിരുന്നല്ലോ, ഒരു ഡ്രൈവറായിരുന്നു. അയാൾ എങ്ങോട്ട് പോയി എന്നറിയാമോ? സൈക്കിൾക്കാരൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഭരതന്റെ ഡ്രൈവർ അല്ലേ? മറ്റേ വർഷം ആൾക്ക് ശരിയല്ലാതായി നാട്ടിലേക്ക് ഇറങ്ങി. ഇപ്പോ കേൾക്കുന്നു കൊല്ലംകാട്ടാണ് ഉണ്ടത്. ആളെ ഒന്ന് അത്യാവശ്യമായി കാണുമായിരുന്നു. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എൻ്റെ കയ്യിലെ കൊള്ളാമട്ടൊരു ചെല്ലയ്യയുടെ നമ്പർ ഇട്ടിട്ടാ. ആള് ചെല്ലയ്യ കണ്ട് തരണേ. ഭരതൻ ഡ്രൈവർ എവിടെ ഉണ്ടോന്നൊക്കെ നോക്കിയേക്ക്. അയാൾ ഫോണിൽ നിന്നും ചെല്ലയ്യയുടെ നമ്പർ എടുത്തു കൊടുത്തു. വളരെ ഉപകാരം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ നോട്ടുകൾ എടുത്ത് അയാൾക്ക് കൊടുക്കാൻ കാർത്തി മറന്നില്ല. കാരണം അയാളെ കണ്ടാലേ അറിയാം പട്ടിണിക്കൊലമാണെന്ന്. നന്ദിയോടെ നോക്കുന്ന ആ മനുഷ്യന്റെ കണ്ണുകളിലെ തിളക്കം ബദ്രിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. തിരിച്ച് കൊല്ലംകോട്ടേക്കുള്ള യാത്രയെക്കുറിച്ച് കടുപ്പമേറിയതായിരുന്നു. പാലക്കാട് നിന്നും 30 കിലോമീറ്റർ ഉണ്ട് കൊല്ലംകോട്ടേക്ക്. ഭംഗിയുള്ള സ്ഥലങ്ങളും മനോഹരമായ കാഴ്ചകളുമായിരുന്നു. പാലക്കാട് കഴിഞ്ഞാൽ നൂറണി, പുതുനഗർ,
ഏലപ്പള്ളി കടന്ന് വണ്ടിത്തറയിലൂടെ സൂര്യനാട് പോലെ തിളങ്ങുന്ന കൊല്ലങ്കോട്ടെത്തും. നൂറണിയുടെ തിരക്കൊഴിഞ്ഞിട്ടപ്പോൾ വഴികൾ അല്പം ശാന്തമായി. പുതുനഗരത്തിന്റെ പഴയ ഷോപ്പുകൾ ചായത്തിന്റെ മണവുമായി കടന്നുപോയി. എലപ്പുള്ളി കവലയിൽ കാറ്റിന് വല്ലാത്തൊരു സുഗന്ധം. ഇടയ്ക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നി രണ്ടുപേർക്കും. കാർ വണ്ടിത്തറയ്ക്ക് കുറച്ചു മുന്നിലായി റോഡ് സൈഡിൽ നിർത്തി. തൊട്ടു മുന്നിലായി ഒരു ചായക്കട. രണ്ടുപേരും ഇറങ്ങി. ചായക്കടയുടെ ടിൻഷീറ്റിന് മഴയിൽ വന്ന പാടുകൾ. ചായക്കടയുടെ പിന്നിൽ നീളുന്ന പാടശേഖരങ്ങൾ സൂര്യന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിന്നു. കാറ്റ് വന്ന് തൊട്ടപ്പോൾ നെൽത്തലകൾ ഒരുമിച്ച് തലകുനിച്ചൊരു നിമിഷം. അങ്ങോട്ട് നോക്കിയാൽ മഞ്ഞയും പച്ചയും ചേർന്ന ചെറുതും വലുതുമായ തിരമാല പോലെ. ചായയുടെ ചൂട് കയ്യിൽ പറ്റുമ്പോൾ മനസ്സിലുള്ളത് മറ്റൊന്നായിരുന്നു, തിരയുന്നയാൾ. ഇനി പാടങ്ങൾക്കപ്പുറമോ കൊല്ലങ്കോടിന്റെ മലത്തായവരകളിലോ എവിടെയെങ്കിലും. ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. വണ്ടിത്തറ കഴിഞ്ഞപ്പോൾ വഴികൾ വെട്ടിപ്പൊളിഞ്ഞ് പർവ്വതത്തിന്റെ നീലച്ചായം കാണാൻ തുടങ്ങി. ഇവിടെ എവിടെയെങ്കിലും ആകാമെന്നൊരു പ്രതീക്ഷയുടെ തുള്ളി രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. കൊല്ലങ്കോട് ടൗണിലെത്തിയപ്പോഴാണ് കയ്യിലുള്ള ഫോൺ നമ്പറിൽ നിന്നും ചെല്ലയ്യയെ വിളിച്ചത്. പാലക്കാട്ട് നിന്നും സെൽവം പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ஆமா செல்வம் என்கிட்ட சொல்லியாச்சு. ஆனால் நான் உங்களுக்கு ലൊക്കേഷൻ ഇട്ട് തരാം, അത് പാറ്. 5 മിനിറ്റ് കഴിഞ്ഞില്ല കാർത്തിയുടെ ഫോണിലേക്ക് സെൽവം ഇട്ടുകൊടുത്ത ലൊക്കേഷൻ എത്താൻ. മനോഹരമായ വർണ്ണക്കാഴ്ചകളുടെ മനം നിറഞ്ഞുകൊണ്ട് പതുക്കെയാണ് കാർത്തി കാർ ഓടിച്ചത്. ആ നാടിന്റെ കുളിർമ ഭരതൻ എന്ന വ്യക്തിയിലും കാണണമെന്ന് പ്രാർത്ഥനയോടെ. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.